നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനീഷ് സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പോണൻസ് ആണ് പഠിച്ചത്. 2-3 ക്ലാസ് പഠിച്ചു. ഇന്ന് അതിന്റെ കൂടുതൽ ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. നോക്കാം. 2⁻0 ഇൻറ്റു 2⁻3 ഇൻറ്റു 2⁻2 എത്രയാണ്? നമുക്കിത് എങ്ങനെ ചെയ്യാം? കൃത്യങ്ക നിയമങ്ങൾ, എക്സ്പോണൻസിന്റെ കൃത്യങ്ക നിയമങ്ങൾ നമുക്കറിയാമെങ്കിൽ ഇത് ചെയ്യാം, അല്ലെ? അപ്പൊ നോക്കിയേ, 2⁻0, 2⁻3, 2⁻2 ഏത് രീതിയിലുള്ളതുണ്ടോ? a⁻m ഇൻറ്റു a⁻n എന്നുള്ള രൂപത്തിലല്ലേ? അങ്ങനെയുള്ള എങ്ങനെ ചെയ്യണം? a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m പ്ലസ് n എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇന്ന് അതിന് കൂടുതൽ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം? എമ്മും എന്നും കൂടെ ഈ എമ്മും എന്നും കൂടെ കൂട്ടിയാൽ മതി, അല്ലെ? a⁻m പ്ലസ് n. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യണം? എ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ്. 2⁻0 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2⁻0 എന്ന് പറയുമ്പോൾ 2⁻0 ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. കാരണം a⁻0 ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ ഉത്തരം 1 കിട്ടും. നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇപ്പൊ 2⁻0 ഈസ് ഈക്വൽ ടു 1. അതെങ്ങനെയാണ്? a⁻0 ഈസ് ഈക്വൽ ടു 1 അല്ലേ? അതുകൊണ്ട് ഇൻറ്റു, പിന്നെയോ 2⁻3 ഇൻറ്റു 2⁻2 കേട്ടോ. a⁻m ഇൻറ്റു a⁻n എങ്ങനെയാണ് ഇതിന്റെ? a⁻m പ്ലസ് n. അപ്പം 2⁻m 3ഉം n 2ഉം. അപ്പൊ എങ്ങനെ എഴുതാം? 3 പ്ലസ് 2 എന്ന് എഴുതാം, അല്ലെ? 1 ഇൻറ്റു 2⁻3 പ്ലസ് 2. അപ്പൊ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 2⁻, ഈ 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 5, അല്ലെ? അപ്പൊ 2⁻5 എത്രയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അങ്ങനെയല്ലേ? ഇൻറ്റു 2. 1, 2, 3, 4, 5. ഈ 2, 4, 4, 8, 8, 16, 16, 32. 32 ഇൻറ്റു 1 32 തന്നെ, അല്ലെ? ഇതാണ് ആൻസർ. കണ്ടോ? എങ്ങനെയാണ്? 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം a⁻0 1 ആണല്ലേ? ഈ എക്സ്പോണൻസിന്റെ നിയമമുണ്ട്, അല്ലെ? അപ്പം 1 ഇൻറ്റു 2⁻3 ഇൻറ്റു 2⁻2 എത്രയാണ്? 3 2 കൂട്ടണം. 5, 2⁻5. 2⁻5 എന്ന് വെച്ചാൽ 32. 32 ഒന്നുകൊണ്ട് വിളിച്ചാൽ 32 ആൻസർ. ഇങ്ങനെ ചെയ്ത് പഠിക്കുക. അടുത്ത് നോക്കിക്കേ, 7⁻5 എത്ര കൊണ്ട് ഗുണിച്ചാൽ 7⁻9 കിട്ടും എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? നേരം ഇവിടെ കാണിച്ച 7⁻5 ഇൻറ്റു ഇതിന് 7⁻5 എത്ര കൊണ്ട് ഗുണിച്ചാൽ, അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാ. എത്ര എക്സ് എന്ന് നമുക്ക് കൊടുക്കാം, അതിനെ അറിഞ്ഞുകൂടാ. അപ്പൊ അതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 7⁻9 കിട്ടും? 7⁻9 കണ്ടോ? 7⁻5 എക്സ് കൊണ്ട് ഗുണിച്ചാൽ എക്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. 7⁻9 കിട്ടുന്നതാണ് കണക്ക്. അപ്പൊ എങ്ങനെയാ? എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാം? 7⁻9 ഡിവൈഡഡ് ബൈ 7⁻5. ഇത് ഈ സമയത്തിന് അപ്പുറത്തേക്ക് 7⁻5 കൊണ്ടുപോകുമ്പോൾ അത് ഡിവൈഡ് ചെയ്യുകയാണ്, അല്ലെ? എക്സ് കണ്ടുപിടിക്കാൻ എങ്ങനെ? 7⁻9 ബൈ 7⁻5. ഈ രീതിയിലുള്ള കൃത്യങ്കം അല്ലെങ്കിൽ എക്സ്പോണൻസ് വന്നാൽ എങ്ങനെ ചെയ്യണം? ഇതുണ്ടോ? a⁻m ബൈ a⁻n ആണെങ്കിൽ എന്നാ എഴുതാൻ മതി? a⁻m, ഈ എമ്മിന്ന് n കുറച്ചാൽ മതി, അല്ലെ? അപ്പോൾ എങ്ങനെ എഴുതാം? 7⁻m സ്ഥാനത്ത് 9ഉം n സ്ഥാനത്ത് 5ഉം. ഇങ്ങനെ 9 മൈനസ് 5 ഈസ് ഈക്വൽ ടു എത്ര വരും നേരം? 7⁻9 5 പോലെ 7⁻4 ആണ്. അപ്പം എങ്ങനെ ചോദ്യം? 7⁻5 എത്ര കൊണ്ട് ഗുണിച്ചാൽ 7⁻9 കിട്ടും? 7⁻4 കൊണ്ട് ഗുണിച്ചാൽ എന്ന് ആൻസറായി. മനസ്സിലായല്ലോ? ഇനി അടുത്തത് 4⁻5 ഇൻറ്റു 4⁻3 ഓഡ് റേസ്റ്റ് 2 എത്രയാണ്? അതെങ്ങനെയാണ്? 4⁻5 ഇൻറ്റു ഈ രീതിയിൽ വന്നാൽ എങ്ങനെ എഴുതും? 4⁻3 ഓഡ് റേസ്റ്റ് 2 ഇതാണോ? a⁻m ഓഡ് റേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എം ഇന്നും കൂടെ ഗുണിച്ചാൽ മതി എന്നൂടെ. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം, എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ബൈഹാർട്ട് ആക്കുക. അപ്പൊ നോക്കിയേ, 4⁻5 ഇൻറ്റു ഇത് 4⁻3 ഓഡ് റേസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എം ഇന്നും കൂടെ ഗുണിക്കണം. എന്ന് വെച്ചാൽ 3ഉം 2ഉം കൂടെ 3 ഇൻറ്റു 2, അല്ലെ? അപ്പൊ എങ്ങനെ എഴുതും? 4⁻5 ഇൻറ്റു 3 2 എത്രയാണ്? 4�6, അല്ലെ? ഈസ് ഈക്വൽ ടു 4 ഇങ്ങനെ വന്നാലോ? a⁻m ഇൻറ്റു a⁻n, a⁻m ഇൻറ്റു a⁻n എന്ന് വെച്ചാൽ കൂട്ടിയത് എങ്ങനെയാ? ഈസ് ഈക്വൽ ടു a⁻m പ്ലസ് n അല്ലേ? ഇതാണോ? 5ഉം 6ഉം കൂടെ കൂട്ടിയത് 4⁵5 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 4⁻11 ആണ് ലാസ്റ്റത്തെ ഉത്തരം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ലഘൂകരിച്ച് കൊണ്ടുവന്ന് ലാസ്റ്റത്തെ ഉത്തരമായിട്ട് നമ്മളിങ്ങനെ എഴുതണം.
അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ എക്സ്പോണൻസിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.